പി ജയരാജൻ പറഞ്ഞത് സിനിമയാണെന്നാണ് പറഞ്ഞത്. സിനിമയ്ക്കകത്തെ പിന്നെ സെറ്റ് ഇട്ടപ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ നടന്ന പീഡനത്തെ പറ്റിയിട്ടല്ല മുകേഷ് പ്രതിയായത്. അതല്ലാത്ത ഒരു പരാതിയുടെ ഭാഗമായിട്ടാണ്. അല്ല, ഞാനൊരു പ്രതികരണം നടത്തിയത് റായ്പൂർ സമ്മേളനത്തിന്റെ തീരുമാനമാണ് 50% സീറ്റുകളിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ളത്. ഞാൻ പ്രതിഷേധമായിട്ടല്ല പറഞ്ഞത്. ഞാൻ പാർട്ടിക്ക് കൊടുത്ത കാര്യം പൊതുസമൂഹത്തോടും കൂടി സൂചിപ്പിച്ചു. റായ്പൂർ സമ്മേളനത്തിന്റെ തീരുമാനം നടപ്പാക്കാൻ പാർട്ടിക്ക് ബാധ്യതയുണ്ട്. അതൊരു സംഘടനാ വിരുദ്ധമായ പ്രസ്താവനയായിരുന്നില്ല. സംഘടനാപരമായ കാര്യം ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അന്ന് മുതൽ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും നേരിട്ട് KPCC തന്നെ നേരിട്ട് ഇടപെട്ട് പലയിടങ്ങളിലും അതിൽ വലിയ മാറ്റം വരുത്തി. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം മഹാഭൂരിപക്ഷം സ്ഥലങ്ങളിൽ നടന്നത് താഴെ തലങ്ങളിലാണ് നടന്നത്. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ജില്ലാ കേന്ദ്രങ്ങളിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും ഒരുപക്ഷെ നിങ്ങൾ പോലും കണ്ടു കാണില്ല. ഞങ്ങൾക്കും അതൊരു പുതിയ അനുഭവമാണ്. താഴെ തലങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ വിന്യസിക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഞങ്ങളത് സൂചിപ്പിച്ച കാര്യം നേതൃത്വം ഉൾക്കൊണ്ടു. അതിന്റെ ഭാഗമായി ഒട്ടനവധിയായ സീറ്റുകളിൽ പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടായിരുന്നു. കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഇടപെടലുണ്ടായിരുന്നു. അവരെല്ലാം കൃത്യമായ ഘട്ടങ്ങളിൽ ഇടപെടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. അതിന്റെയൊക്കെ ഭാഗമായി കുറേയേറെ ഇടങ്ങളിൽ നടന്നു. എല്ലാം നടന്നു എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഞങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച എല്ലാ പേരുകളും സ്ഥാനാർത്ഥിയായി എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ നൽകിയ എല്ലാ ഇടങ്ങളിലും വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനും വലിയ മത്സരം കാഴ്ചവെക്കാനും എല്ലാവർക്കും സാധിച്ചിട്ടുണ്ടെന്നുള്ളത് അതൊരു വളരെ പോസിറ്റീവായി തന്നെ യു കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായി തന്നെ ഒരു കാര്യമായിരുന്നു. പാർട്ടി ആണല്ലോ ഒരു സ്ഥാനാർത്ഥി തീരുമാനിക്കേണ്ടത്. അത് ഇന്ന പകരമാണെന്നോ അല്ലെങ്കിൽ സർപ്രൈസ് ആണെന്നോ ഉള്ളതൊക്കെ അവർ തീരുമാനിക്കട്ടെ. നിലവിൽ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ഒരു ഇന്ന പർട്ടിക്കുലർ സീറ്റിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലെയിമോ ഒരു വാദങ്ങളോ ഞങ്ങൾ ആരും ഉന്നയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് പൊതുവായ ഒരു കാര്യം തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും. വലിയ ചെറുപ്പക്കാർക്ക് ഒരു സാന്നിധ്യവും അവരുടെയൊക്കെ ഒരു ഇടപെടലും ഉണ്ടാകും. മാത്രമല്ല മിഷൻ 26 KPCC ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സപ്തയിൽ വെച്ചിട്ടുള്ള കൺവെൻഷൻ വിളിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. ആ മിഷൻ 26ന്റെ ഭാഗമായി KPCC ചൂണ്ടിക്കാണിക്കുന്ന സീറ്റുകളിലെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുക്കാൻ വേണ്ടി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഒരു ടീമിനെ കൂടി സജ്ജമാക്കാനും അത് പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട് കൈമാറാനും വേണ്ടി കൂടി ഒരു തീരുമാനം കൂടി ഞങ്ങൾ കൈക്കൊള്ളുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട C ക്ലാസ് മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പാർട്ടി ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണെങ്കിൽ പാർട്ടിക്ക് പോരായ്മയുള്ള ബൂത്തുകളിൽ ഇപ്പോൾ SIR-ന് ശേഷമുള്ള വോട്ടർ പട്ടികയുടെ ചേർക്കലായാലും മറ്റു കാര്യങ്ങളായാലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിന്റെ ഭാഗത്തും മിഷൻ 26ന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ കൂടി ഒരു മെക്കാനിസം കൃത്യമായ ഇടപെടലുണ്ടാകും. 13 ദിവസമാണ് ആ പരാതി മുഖ്യമന്ത്രി കയ്യിൽ വെച്ചിരുന്നത്. തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ മുഖ്യമന്ത്രിയുടെയൊക്കെ മൂക്കിന് താഴെ നടന്ന ഒരു സംഭവത്തിൽ ആ യുവതി പരാതി നൽകിയിട്ട് 13 ദിവസമാണ് CPM-ന്റെ മുൻ MLA ആയിരുന്ന PT കുഞ്ഞഹമ്മദിനെതിരെയുള്ള പരാതി കയ്യിൽ വെച്ചിരുന്നത്. എന്നാൽ അതേസമയം തന്നെ മറ്റു ചില കേസുകളിൽ പത്രസമ്മേളനം നടത്തി ആഹ്വാനം നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരു ബയാസ്ഡായ സ്ത്രീപക്ഷ വിമോചനമാണ് ഇടതുമുന്നണിയുടെ ഒരു വലിയ അജണ്ടയായിട്ട് കൊണ്ടുനടക്കുന്നത്. CPM നേതാക്കന്മാർക്കെതിരെ ഉയർന്നു വരുമ്പോൾ ആ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകളെ വ്യക്തിഹത്യ ചെയ്യുക. ഇപ്പോൾ തൃശ്ശൂരിലെ ഒരു കൗൺസിലർക്കെതിരെ ഒരിക്കൽ മലയാളത്തിലെ 2 പ്രമുഖരായ ഡബിംഗ് ആർട്ടിസ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഒരു പരാതി ഉയർത്തിക്കൊണ്ടുവന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് ഇപ്പോഴത്തെ ലോക്സഭ MP ആയിട്ടുള്ള കെ രാധാകൃഷ്ണൻ അന്ന് അദ്ദേഹം ആ പരാതിക്കാരെ അപമാനിച്ച് സംസാരിച്ച വിഷ്വലൊക്കെ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് മുകേഷിനെതിരെയുള്ള ആക്ഷേപം ഉയർന്നു വന്നപ്പോഴും പറഞ്ഞത്. പി ജയരാജൻ പറഞ്ഞത് അത് സിനിമയാണെന്നാണ് പറഞ്ഞത്. സിനിമയ്ക്കകത്തെ സെറ്റ് ഇട്ടപ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ നടന്ന പീഡനത്തെ പറ്റിയിട്ടല്ല മുകേഷ് പ്രതിയായത്. അതല്ലാത്ത ഒരു പരാതിയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ ജയരാജൻ പറഞ്ഞത് അത് സിനിമയാണ്, ഇത് റിയൽ ആണെന്നാണ്. ബയാസ്ഡാണ് ഈ സർക്കാരിന്റെ എല്ലാ നടപടികളും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചലച്ചിത്ര നടി ആക്രമിക്കപ്പെട്ട കേസിൽ അവൾക്കൊപ്പമെന്ന് ഹാഷ്ടാഗ് നടത്തുന്നതിലല്ലോ, അവർക്ക് നീതി വാങ്ങി കൊടുക്കുന്നതിലല്ലേ പ്രോസിക്യൂഷൻ വിജയിക്കേണ്ടത്, സംസ്ഥാന ഗവൺമെന്റ് വിജയിക്കേണ്ടത്. ഇരയ്ക്ക് നീതി വാങ്ങി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആരുടേതാണ്? പ്രോസിക്യൂഷന്റേതാണ്. ആ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ട ഒരു കാഴ്ചയാണ് നമുക്ക് ചലച്ചിത്ര താരം നാട് റോഡിൽ എറണാകുളം പോലെ ഒരു സിറ്റിക്കകത്ത് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ അപമാനിക്കപ്പെട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ട് ആ ഇരയ്ക്ക് നീതി വാങ്ങി കൊടുക്കുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിന് മുമ്പിലുള്ള ഏറ്റവും വ്യക്തമായ കാര്യമെന്ന് പറയുന്നത്. മുകേഷിന്റെ പരാതി ഉയർന്നു വന്ന ഘട്ടത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയോട് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി മുകേഷ് MLA ആണ്, പാർട്ടി മെമ്പർ അല്ല. പത്മകുമാറിന്റെ പരാതിയെ പറ്റി ഞങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി പത്മകുമാർ പാർട്ടി മെമ്പറാണ്, ഇപ്പൊ MLA അല്ല, ഇതുകൊണ്ട് നടപടി എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്.
അപ്പോൾ പിന്നെ CPM-ന്റെ നടപടിയെ സംബന്ധിച്ചിട്ട് നമുക്കിനി കൂടുതൽ ആശങ്കപ്പെടേണ്ടതെന്ന് തോന്നുന്നില്ല. അവരെ സംബന്ധിച്ച് പാർട്ടിക്കാർ ചെയ്യുന്ന തെറ്റിനെ പരിപൂർണമായും മഹത്വവൽക്കരിക്കുകയും അതിനെ വെള്ളപൂശുകയും അതിനെ പിന്നെ പൊതിഞ്ഞു കെട്ടി കൊണ്ടുകിടക്കുകയും മറ്റുള്ള ആളുകൾക്ക് നേരെ നിരന്തരമായ ആക്ഷേപവും അവകാശവും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബയാസ്ഡ് ആയ സ്ത്രീപക്ഷ വിമോചനമാണ് ഈ ഇടതു മുന്നണിയുടെ സർക്കാരിന്റെ നയം എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല.